ഒറ്റ മറുപടിയിൽ 8 നിലയിൽ പൊട്ടുകയാണ് കേട്ടോ BJP. സോണിയുടെ സാരിത്തുമ്പ് പിടിച്ച് നടന്നവനല്ല ഞാൻ. ഈ നാടിന്റെ മുക്കും മൂലയും അറിയാവുന്ന അടിയുറച്ച നല്ല ഒന്നാന്തരം കോൺഗ്രസുകാരനാണ് ഞാൻ എന്ന് പറഞ്ഞു വെക്കുന്നിടത്താണ് BJP പൊട്ടിപ്പോകുന്നത്. 2019 രാഹുലിനെ മുക്കിൽ കയറ്റി എന്ന തോന്നലിൽ ഈ നാട് മുച്ചൂട മുടിക്കാമെന്ന് സ്മൃതി ഇറാനിയും അവർക്ക് കൊടിപിടിക്കുന്ന BJPയും കരുതുന്നുണ്ടെങ്കിൽ ഇവിടെ അത് തെറ്റുകയാണ്. കിഷോരിലാൽ ശർമ്മയ്ക്ക് മുന്നിൽ അതുടഞ്ഞു വീഴുകയാണ്. വീണ്ടും രാഹുൽ വരുമെന്ന് കരുതി വെല്ലുവിളിച്ച് സ്മൃതി ഇറാനിക്ക് മുൻപിലേക്ക് എത്തിയത് അമേഠിയുടെ മണ്ണും മനസ്സും അറിയാവുന്ന കിഷോരിലാൽ ശർമ്മയാണ്. അവിടെ തന്നെ BJPയുടെ ആദ്യത്തെ ചുവട് പിഴക്കുകയാണ്. പിന്നീട് കണ്ടത് ഗാന്ധി കുടുംബത്തിന്റെ പരിചാരകൻ എന്ന കളിയാക്കൽ. അവിടെയാണ് കിഷോരിലാൽ എന്ന കോൺഗ്രസിന്റെ അമേഠിയിലെ സ്ഥാനാർത്ഥി BJPക്ക് ചുട്ട മറുപടി നൽകുന്നത്. ഞാൻ സോണിയുടെ സാരിത്തുമ്പ് പിടിച്ചവനല്ല എന്ന രൂപത്തിൽ. അല്ലെങ്കിലും ഒരാളുടെ അതുവഴി ഒരു കുടുംബത്തിന്റെ വിശ്വസ്തനാകുന്നതിൽ എന്താണൊരു തെറ്റ് സംഭവിക്കുന്നത് അയാളെ വെറും പരിചാരകനാക്കി മാറ്റുന്നിടത്താണ്. ഇവിടെ അദ്ദേഹത്തിന് ഒന്നേ പറയാനുള്ളൂ. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരിക്കെ 1983 ഞാൻ ഇവിടെ എത്തിയത്, ഈ മണ്ണിലെത്തിയത്. കോൺഗ്രസിന്റെ ശമ്പള പട്ടികയിൽ ഞാനില്ല, പകരം അടിയുറച്ച രാഷ്ട്രീയക്കാരൻ മാത്രം. കിഷോരിലാൽ ശർമ്മയുടെ വാക്കുകളാണ് ഇതൊക്കെ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട അമേഠിയിൽ ഇത്തവണ അവസാന നിമിഷമാണ് കിഷോരിലാൽ ശർമ്മയുടെ പേര് പ്രഖ്യാപിച്ചത്. രാഹുൽ ഗാന്ധിക്ക് പുറമെ വ്യവസായിയും പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവുമായ റോബർട്ട് വാദ്രയുടെ പേരും ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ അവസാന നിമിഷത്തിൽ ഉറപ്പിച്ച പേര് കിഷോരിലാൽ ശർമ്മയുടേതാണ്. അതിനുശേഷമാണ് പരിഹാസത്തിന്റെ കെട്ടഴിച്ചു വിട്ടത് BJP. എന്നാൽ ഞാൻ ഗാന്ധി കുടുംബത്തിന്റെ പരിചാരകനല്ല. സ്മൃതി ഇറാനിയെ തോൽപ്പിച്ച് 2019 കൈവിട്ടുപോയ കോൺഗ്രസിന്റെ മണ്ഡലം, ഗാന്ധി കുടുംബത്തിന്റെ അല്ല, കോൺഗ്രസിന്റെ മണ്ഡലം തിരികെ പിടിക്കാൻ വന്ന അടിയുറച്ച കോൺഗ്രസുകാരൻ മാത്രമാണ് താൻ. ഈ ഒരൊറ്റ പ്രസ്താവന മാത്രം മതി സ്മൃതി ഇറാനിക്ക് പതറാൻ.